സോ ഗൈസ്, ഐഫോൺ 13 ഓപ്പറായിട്ട് വന്നതാണ്. ചാർജിങ്ങിന് ഇട്ട് നോക്കുമ്പോൾ ചാർജ് കയറുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. ഡിവൈസ് നേരെ ഓപ്പൺ ചെയ്തിട്ട് എന്താണ് കണ്ടീഷൻ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിവൈസ് നമ്മൾ സേഫായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ അതിൽ വെള്ളം കയറിയതായിട്ട് കാണിക്കുന്നുണ്ട്. കസ്റ്റമർ നമ്മുടെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടില്ലായിരുന്നു വെള്ളം കയറിയൊന്നും. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് നല്ല രീതിക്ക് ഫംഗസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡിൻ്റെ ആ ഭാഗത്തോട്ടൊക്കെ വെള്ളം ഇറങ്ങിയതായിട്ട് കാണുന്നുണ്ട്. ഡിസ്പ്ലേയിലും ഒക്കെ ഫംഗസ് ഫോം ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഷീൽഡും സ്ക്രൂവും ഒക്കെ റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് ബോർഡ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ബോർഡിലെ ഓരോ കണക്ടർ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ബോർഡ് ഫോണിൽ നിന്നും വെളിയിലെടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഫംഗസ് കാണുന്നുണ്ട്. നമുക്ക് ബോർഡൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഡി സിയിൽ കണക്ട് ചെയ്ത് നോക്കാം. ഡി സിയിൽ കണക്ട് ചെയ്യുമ്പോൾ ഹൈ ആമ്പ് റൺ ചെയ്യുന്നുണ്ട്. ബോർഡ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുവാണ്. ഫസ്റ്റ് ലെയർ തന്നെയാണ് കംപ്ലൈൻറ്റ്. ഹൈ ആമ്പ് റൺ ചെയ്യുന്നുണ്ട്. തെർമൽ യൂസ് ചെയ്ത് നമ്മൾ എവിടെയാണ് കംപ്ലൈൻറ്റ് എന്ന് നോക്കുമ്പോൾ പ്രൊസസ്സറിൻ്റെ ബാക്ക് സൈഡ് ഹീറ്റ് ആകുന്നുണ്ട്. പ്രൊസസ്സറിൻ്റെ സൈഡിൽ ഫംഗസോ കാര്യങ്ങളോ ഒന്നുമില്ല. പവർ സെക്ഷൻ്റെ അവിടുത്തെ ഷീൽഡ് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിക്ക് ഫംഗസ് ഫോമായിട്ട് ട്രാക്ക് ഉൾപ്പെടെ ഡാമേജ് ആയതായിട്ട് കാണുന്നുണ്ട്. അതായത് കുറേ അധികം കമ്പോണൻസ് ഫംഗസ് കയറിയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലെ ട്രാക്കും ഡാമേജ് ആയിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ അത് സർവീസ് ചെയ്ത് റെഡിയാക്കാൻ പറ്റുമെന്ന് മാക്സിമം നോക്കിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇൻറ്റേർണലി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ബോർഡിൻ്റെ ഇൻറ്റേർണൽ ലൈൻസാണ് ഷോർട്ടായിട്ട് കാണിക്കുന്നത്. അത് കാരണം നമുക്കിനി ഇതിൽ ഓപ്ഷൻ ഉള്ളത് സ്വാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വാപ്പ് ചെയ്യാനുള്ള ബോർഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം കസ്റ്റമറുടെ ബോർഡിലുള്ള മെയിനായിട്ടുള്ള IC-കൾ നമ്മൾ സ്വാപ്പ് ചെയ്യാനുള്ള ബോർഡിലേക്ക് മാറ്റിയതിന് ശേഷം ഡാറ്റ റിക്കവർ ചെയ്ത് കിട്ടുമോ എന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. കസ്റ്റമർക്ക് ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ എളുപ്പത്തിന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാപ്പിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബോർഡ് നോർമൽ രീതിയിൽ റൺ ആകുന്നുണ്ട്. നമുക്ക് ഡിവൈസ് ക്ലോസ് ചെയ്തതിന് ശേഷം ബാക്കി വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലെയർ ഫിക്സ് ചെയ്ത് നമുക്കിനി നേരെ ഡിവൈസിലിട്ട് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഡിവൈസ് ആപ്പിൾ ലോഗോ വന്ന് നേരെ ഡാറ്റ റിക്കവറി ആകുന്നുണ്ട്. അപ്പോൾ ഡാറ്റ എല്ലാം കസ്റ്റമറുടെ ഡാറ്റ ഫുള്ളായിട്ട് സേഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. അപ്പോൾ ഐഫോൺ 13 വാട്ടർ ലോഗ്ഡായിട്ട് വന്നതാണ്. അപ്പം കസ്റ്റമർ നമ്മുടെ അടുത്ത് വാട്ടർ ലോഗ്ഡാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഈർപ്പം കയറിയതായിട്ടാണ് കാണുന്നത്. ഈർപ്പം പോലെ കയറിയിട്ട് ഇരുന്ന് ഡാമേജ് ആയതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു.